ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ വന്നിട്ട് നമ്മളുടെ ഒരു 20 വെറൈറ്റി പുതിയ കലേഡിയം പ്ലാന്റ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസിൽ നിന്നും അതുപോലെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഉള്ള പോസ്റ്റുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് വാങ്ങിയിരിക്കുന്നത്. അതൊക്കെയാണ് പുതിയ പ്ലാന്റ്സ്, അതിൻ്റെ നട്ടത് എങ്ങനെയാണ്, അത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങളിത് ഈ വീഡിയോസ് കലേഡിയം പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ചില സെയിൽ പോസ്റ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുവാനായിട്ട് കഴിയും. ഇപ്പോൾ കുറച്ച് വെറൈറ്റീസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല പ്ലാന്റ്സുകളാണ്. കിട്ടിയതാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നമുക്ക് അവരയച്ചു തന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പോൾ മഴയത്ത് ഇതെല്ലാം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന കാണാം. മഴത്തുള്ളികളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരു 58 വെറൈറ്റി പ്ലാന്റ്സ് നമുക്കിപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ പ്ലാന്റ്സൊക്കെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു കർണാടകയിലുള്ളൊരു ലേഡിയുടെ കയ്യിൽ നിന്നാണ്. ജയശ്രീ എന്ന് പേരുള്ളൊരു ലേഡിയുടെ കയ്യിൽ നിന്നാണ് ഈ പ്ലാന്റ്സ് വാങ്ങിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല പ്ലാന്റ്സാണ് അയച്ചു തന്നിരിക്കുന്നത്. നല്ല ഫ്രഷായിട്ട് തന്നെയാണ് നമുക്കത് കിട്ടിയതും. ഇത് കണ്ടോ, നല്ല രസമുള്ള മഴത്തുള്ളികളൊക്കെ ആയിട്ട് നിൽക്കുന്ന നല്ല രസമുള്ളൊരു പ്ലാന്റ്. ഇതിൻ്റെ ഒരു 3 ലീഫ് ഇതിന് വന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ലീഫ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു സൈഡിൽ ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ റെഡ്. എന്നാൽ നെക്സ്റ്റ് വന്നപ്പോഴത്തേനും നല്ല കളർ നല്ല കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. നിങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കാം. ഈ പ്ലാന്റൊക്കെ വാങ്ങിയത് ഷെറീഫ് എന്ന് പേരുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ്. അത് മലപ്പുറത്തുള്ള ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ കർണാടകയിലെ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. എല്ലാം നല്ല പ്ലാന്റ്സാണ്. അവർ രണ്ടുപേരും അയച്ചു തന്നിരിക്കുന്നത് വളരെ നല്ല പ്ലാന്റ്സാണ്. ഞാനിങ്ങനെയാണ് ഈ പ്ലാന്റ്സിൻ്റെ പോട്ട് മിക്സ്ചർ റെഡിയാക്കിയിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കലേഡിയം പ്ലാന്റ്സിൻ്റെ പോട്ട് മിക്സ്ചർ റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സിൻ്റെ കളക്ഷനുള്ള ഒരാളോട് ഞാനും സജഷൻ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സജഷനിലാണ് ഞാൻ എൻ്റെ പോട്ട് മിക്സ്ചർ റെഡിയാക്കിയിരിക്കുന്നത്. അത് നല്ല ഒരു പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ഏറ്റവും നല്ലൊരു പോട്ട് മിക്സ്ചറാണ്. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ നിങ്ങൾ കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ്സ് കിട്ടിയത്. നല്ല ഫ്രഷായിട്ട് ലീഫിനൊന്നും വാടാതെയൊക്കെ ആയിരുന്നു കിട്ടിയത്. ഇപ്പോൾ വാങ്ങിയിട്ട് നെക്സ്റ്റ് ഡേ ആണ്. 2 ദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നടുന്നത്. അപ്പോഴും വാടിയിട്ടൊന്നുമില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ നോക്കുന്നത് എൻ്റെ മണ്ണെടുക്കുക. മണ്ണൊരു കപ്പാണെങ്കിൽ 1 കപ്പ് ചകിരിച്ചോറ്, രണ്ടും ഒരേപോലെ എടുക്കുക. പിന്നെ കുറച്ച് കരിയിലകൾ ഇതുപോലെ മുറിച്ചെടുക്കുക. അത് കീറിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ഈ 3 കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പെർലൈറ്റ് ആഡ് ചെയ്യാം. നമുക്ക് പെർലൈറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്യാം.
പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സൂഡോമോണസ് ആണ്. സൂഡോമോണസ് അല്ല എങ്കിൽ സാഫ് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. സൂഡോമോണസ് നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ഒരു പോട്ടി മിക്സിലേക്ക് നമുക്കിടാം. ഈ പോട്ടി മിക്സിൽ സൂഡോമോണസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഇളക്കാൻ നിൽക്കരുത്. ഇളക്കാനായിട്ട് എന്തെങ്കിലും ഒരു ടൂൾസ് ഉപയോഗിക്കുക, കരണ്ടിയോ അതുപോലുള്ള ഏതെങ്കിലും കിച്ചൺ ഗാർഡൻ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു പോട്ടി മിക്സർ നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു മിശ്രിതത്തിലേക്ക് നമുക്ക് പ്ലാന്റ് പോട്ടിങ് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല ഒരു പോട്ടി മിക്സറാണ് ഇത്. പല പോട്ടി മിക്സർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എങ്കിലും വേരോടാനായിട്ട് ഏറ്റവും എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഈ ഒരു പോട്ടി മിക്സറാണ്. ഈ പോട്ടി മിക്സർ വെച്ച് പ്ലാന്റ്സ് നട്ടതിന് ശേഷം വേര് നന്നായിട്ട് ഓടുകയും പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ വളരുന്നതും ചെയ്യുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഇടുന്ന വീഡിയോസൊക്കെ കാണുവാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.